എവിടെ നിങ്ങളുടെ വിസ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി തേരാപ്പാറ നടത്തിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേ. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിന്റെ അവസാനമാ. നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് താഴെ നിർത്ത്. ഉണ്ണിത്താൻ സാറ് എല്ലാവരും വിസ വാങ്ങിക്കാൻ ഗൾഫിൽ പോയിരിക്കുക. കുറെ നാളായി ഉണ്ണിത്താൻ സാറും വിസയും വന്നുകൊണ്ടിരിക്കുന്നത് പറയാൻ തുടങ്ങിയിട്ട്. ഒന്നും ഞങ്ങളുടെ വിസടാ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാശ് താടാ പട്ടി. ഞാനൊന്ന് പറയട്ടെ, ഒരു രക്തസാക്ഷിയെ കൂടെ നാടിന് കാഴ്ചവെക്കാമെന്നല്ലാതെ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലിയിട്ട് യാതൊരു കാര്യവും ഇല്ല. ഈ ഫാമിന്റെ മുതലാളിമാർ വരട്ടെ, അവര് വന്നിട്ട് നിങ്ങളുടെ വിസ തരും. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ബിലീവ് മീ. താൻ പിന്നെ ആരാ? താനും ഇതിന്റെ പാർട്ണറല്ലടോ. നോട്ട് എ പാർട്ണർ, മുതലാളിമാരുടെ അഡ്വൈസർ കം ഹെൽപ്പർ കം ഓഫീസ് സൂപ്പർവൈസർ. ദാറ്റ്സ് ഓൾ. 5-6 മാസമായി മനുഷ്യനായിട്ട് കുരങ്ങളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഉണ്ടായിരുന്ന ജോലിയും രാജിവെച്ച് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുത്തിട്ട് മനുഷ്യനായിട്ട് നടത്തിച്ചാലുണ്ടല്ലോ, നിന്നെ നിന്റെ മുതലാളിമാരെ കൊന്ന് ഞാൻ ജയിലിൽ പോവും. നിങ്ങളൊന്ന് അടങ്ങ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വിസ വരും. പോസ്റ്റൽ സമരം കാരണം വൈകുന്നതാ. തൽക്കാലം നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വാ. അല്ലെങ്കിൽ ഇന്നത്തെ പോസ്റ്റും കൂടി നോക്കാം. നിങ്ങൾ സമാധാനമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാൻ ഓഫീസ് ഒന്ന് തുറക്കട്ടെ. വിസ വന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. എല്ലാരും വരണ്ട, നമുക്ക് ഇവിടെ തന്നെ കുത്തിയിരിക്കാം. ടൈം ഈസ് നൗ 10:30. ഇവിടെ ഓഫീസ് ടൈം എത്രയെന്ന് അറിയാമോ? 10 o'clock. പിന്നെന്താണ് വൈകിയത്? ഞാൻ ചെക്കപ്പിന് ലേഡി ഡോക്ടറെ കാണാൻ പോയതാ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ ചേട്ടനോട് പറയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പരമാ വെച്ചിരിക്കണു. എടാ ചവി, മേശപ്പുറത്താ കാല് വെച്ചോണ്ടിരിക്കണേ. ഇനി അവന്മാർ എനിക്കിട്ട് പെരുമാറിയാലുള്ള അവസ്ഥ ആലോചിച്ച് ഞാൻ ഇരുന്ന് പോയതാ. ആരാട്ടാ പുറത്ത്? വിസ കിട്ടിയില്ലെങ്കിൽ കാശ് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരെന്നെ തല്ലാൻ വന്നു. ഒരു വിധത്തിൽ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് അവര് പോയോ? പോസ്റ്റ്മാൻ വരുമ്പോ വിസ വരുമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുവാ. ഓ, ഇനി അവന്മാർ ഇങ്ങോട്ട് കയറി വന്ന് എന്നെ പെരുമാറോട്ട് ചെയ്യോ? ആ ഉണ്ണിത്താൻ ദുബായിൽ നിന്ന് ഫോൺ ചെയ്തൂടെ? ഈ ഹാജിയാരെ എവിടെ പോയി കിടക്കുക? നിങ്ങൾ ഈ 2 വിരലും പൊക്കി പിടിച്ച് പാക്കലാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. ആ വിസയുടെ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ലെങ്കിൽ തുറന്നു പറഞ്ഞാ മതി. പറ്റൂലെന്നോ? വെറുതെ സാർ, ഒരു രജിസ്റ്റർ ഉണ്ട്. പേന. വിസ വന്നിട്ടുണ്ടാ കുട്ടി? വിസയോ? ഓ, വന്നു വിസ. വിസ വന്നു. അയ്യപ്പൻ ചേട്ടോ, എന്താ ഗൾഫിൽ നിന്ന് വിസ വന്നു. നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇന്ന് വിസ വരുമെന്ന്? ഇപ്പൊ സമാധാനമായല്ലോ. അതാ പറഞ്ഞേ, കുട്ടിയുടെ വേടെന്ന് പറഞ്ഞാ വേടാ. എന്താണ് പണം വരച്ചു വെച്ചിരിക്കേ? ഓ, ധൈര്യമായിട്ട് കയറി പോര്. എന്തൊരു ഭാഷയാടാ ഇത്? ഇത് അറബിയാ മുതലാളി. അറബിയാ? ഇതിപ്പോ ആരാ വായിക്കുക? ഹാജിയാർക്ക് അറബി വായിക്കാൻ അറിയാം. പണ്ടാടകം. ഇയാളിത് എവിടെ പോയി കിടക്കുക? എന്റെ അളി അറബി ഭാഷ, ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട, അറബി അറിയാവുന്ന ഹാജിയാർ ഇവിടെ ഉണ്ട്. നീ വേഗം പോയി സുന്ദറിന്റെ കാരണത്ത് ഹാജിയാരെ വിളിച്ചോണ്ട് വാ. സുന്ദര, നമ്മുടെ സുന്ദരനെ കണ്ടോ? വണ്ടിക്കകത്ത് കാണും. ആഹാ, നീയായിരുന്നു. എന്താടാ? ഗ്യാസ് ഇട്ട് സൂചിച്ചിരിക്കുകയാണല്ലേ?
AC ഇട്ടിരിക്കല്ലായിരുന്നു. ആ CC കാരെ പേടിച്ച് ഒളിച്ചിരുന്നതാ. 4 മാസമായി CC അടച്ചിട്ട്. പൈസ കൊടുത്തില്ലേ വണ്ടിയും പൊക്കിക്കൊണ്ട് പോകുന്നാ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനാ നിങ്ങളുടെ ട്രാവൽസിന്റെ ഓട്ടോ ഓടിയിട്ട് 5 പൈസ കിട്ടിയിട്ടുണ്ടോ? നിന്റെ കാശൊക്കെ ഒന്നിച്ച് തരാടേ. ഗൾഫിൽ നിന്ന് വിസ തന്നടാ, വണ്ടി എടുക്കടാ. സത്യാണോ? പിന്നെ ഞാൻ കള്ളം പറയോ? നീ വേഗം വണ്ടി എടുക്കുക, ഹാജരെ വിളിച്ചോണ്ടിരാം. വേഗം ആവട്ടെ. കൊടുക്ക എന്റെ കാര്യം മറക്കരുത്. എന്നെ ദുബായി കൊണ്ടുവന്ന ഒറ്റ പ്രതീക്ഷയില്ല. ഇത്രയും നാള് നിങ്ങൾക്ക് വേണ്ടി വണ്ടി ഇട്ട് ഞാൻ കട ഓടിച്ചത്. നിന്നെ ഞങ്ങൾ ഗൾഫിൽ എത്തിച്ചാ പോരെ, പിന്നെ നിന്നെ കൂടുതൽ സംസാരിക്കണേ. ആ ഇപ്പുറത്തെ കയറി. എവിടെ വേണേലും കയറാം. സർക്കസ് കമ്പനിയിലേക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടല്ലയോ എന്റെ കയ്യിന്ന് പൈസ വാങ്ങിച്ചത്? പിന്നെ ഇന്ന് ദുബായ് സർക്കസ് കമ്പനിയിലേക്ക് തന്നെ ഞാൻ വിടില്ലേ. അപ്പൊ സാറേ എന്റെ കാര്യം പേരെന്താ പറഞ്ഞേ? അയ്യപ്പനാ. ആ നിന്നെ ഞാൻ ദുബായിലെ ഷേക്കാക്കും. ഹാജിയാര് നല്ല വായനക്കാരനാണെന്നാ ഞാൻ പറഞ്ഞു വെച്ചേക്കണേ. ഇനിയല്ല നിങ്ങളെ വിടുക്കുപോലെ. കയറി വരണം ഹാജിയാരെ. എല്ലാരും ഒന്ന് മാറി നിൽക്കി, ഹാജിയാര് വായിക്കാൻ പോണം. ആചാരേ നിങ്ങളൊന്ന് വായിച്ചേ, നമ്മളവരെ പറ്റിച്ചതല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാട്ടെ. നോക്കി നിൽക്കാതെ വായിക്കുക ആചാരെ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ വായിക്കുക ഹാജിയാരെ. ആ നോക്കി നിൽക്കാതെ വായിക്കുക ആചാരേ. അല്ല ഇത് നമ്മള് തന്നെ വായിക്കണ. നിങ്ങളല്ലാതെ പിന്നെ ആര് വായിക്കാൻ? വായിക്കേ. വായിക്കുക ഹാജിയാരെ. ഫുലൂസ് മാഫി, വിസ മാഫി, മാഫി മസൂദ്, മാഹദ് മാസൂദ്, ഉണ്ണിത്താൻ. എന്ന് വെച്ചാ എന്താണെന്ന് തെളിച്ച് പറ. പറടോ. എന്ന് ഇനി വെച്ചാ- എന്ത് തെളിക്കാനാ? വിസ ഇല്ല, കാശുമില്ല. വാങ്ങിയ കാശിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അറിയില്ലടാ നിന്റെ ഇങ്ങോട്ട് പറയുന്നത് പലിക്കാതെ ആചാരേ. നമ്മള് കേറട്ടോ. വണ്ടി എടുക്കണ വേഗം. ഈടുന്ന സ്ഥലം കാണുന്നില്ല ഹാജിയാരെ. അവന്മാരിപ്പോ വരുവടാ. സ്റ്റാർട്ട് ആവണില്ല അതേ ഹാജിയാരെ. ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്യ്. പോയി മുമ്പ് കയറാ കുട്ടി. നീ പോടാ മുമ്പിലേ. അയ്യോ. അയ്യോ വണ്ടി വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ, പിടിച്ചോണ്ടിരിക്കാവാ. സ്റ്റാർട്ട് ആവണില്ല, തള്ളാൻ ഇറങ്ങി തള്ളാൻ. വണ്ടി എടുക്കാൻ ഈ റപ്പായിയെ ഫോൺ ചെയ്തിട്ടും കിട്ടുന്നില്ലല്ലോ. ഇയാളിനിപ്പോ കാർഗിൽ എങ്ങാനും പോയോ? ഓനിപ്പോ ദുബായ് ചെന്ന് കാണും. ദുബായിക്കല്ലേ പോയി അപ്പമ്മ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടാ സുന്ദര, വണ്ടി ശരിയാക്കി കഴിഞ്ഞില്ലേ? എടാ നീ ഇങ്ങനെ പുറത്തിറങ്ങിയ നമ്മളകത്താവും. ആര് പറഞ്ഞു പുറത്തിറങ്ങി നിൽക്കാൻ? അകത്ത് കയറി ഇരിക്കേ. അതാ ഇതാര്? ഏത്? അയ്യോ ഇതേത്? എന്തോ നടാ ഇതോ? അയ്യോ എടാ സുന്ദര, സുന്ദര വിളിച്ചു കൂവണ്ട. സുന്ദരം വണ്ടിക്ക് ഏതോ പാഴ്സ് വാങ്ങിക്കാൻ പോയിരിക്കുക. ഇതേതോ കുട്ടി? ഹാജിയാരുടേതാ? എന്തായാലും ഇത് ഹാജാരുടെ കുട്ടിയല്ല. ഹാജാരുടെ കുട്ടിയാണെങ്കിൽ ഈ ആടുന്നാടി ഉണ്ടായനെ. അത് ശരിയാ. നിന്റെ വേല മനസ്സിരിക്കട്ടെ. ഇത് എന്റെ കുട്ടിയല്ലേ? ഏതവളാണ് ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയത്? അയ്യോ മുതലാളി, സത്യമായിട്ട് ഇത് എന്റെ കുട്ടിയല്ല. എനിക്ക് ആകെ കൂടെ ഒരു കുട്ടിയെ അറിയൂ. ഏത് കുട്ടി? നടൻ കൃഷ്ണൻകുട്ടി. പാവം മരിച്ചുപോയി. കുറച്ചു നാളായി ഇവന്റെ ചുറ്റികൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതാടാ ഈ കുട്ടി? സാർ എന്ത് മണ്ടത്തരായി പറയണേ. കറുത്തുരുണ്ടി നീക്കിനായ പോലെ ഇരിക്കണ എവനെങ്ങനാ ഈ വെളുത്തു തൊടുത്ത് സായിപ്പിനെ പോലുള്ള അതിന്റെ കൊച്ചുണ്ടാവുന്നേ? ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറയടാ, നിന്റെ അല്ലടാ ഈ കുട്ടി? അയ്യോ അതിനുള്ള പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല സാർ. ഞാൻ തന്നെ കുട്ടിയായ പാട് എനിക്കല്ലേ അറിയൂ. ഏതോ പകച്ചു വന്ന് പ്രസവിച്ചിട്ട് പോയതായിരിക്കും. താൻ ഏത് കോത്തായത്തിലെ ഹാജാരോടോ? എന്തേ? ഇപ്പൊ പ്രസവിച്ച ഫ്രഷ് കുട്ടിയാണെങ്കിൽ ഈ യൂണിഫോം ഇട്ടിരിക്കോ? അല്ല, ഞമ്മക്കത്ര ബുദ്ധി പോയില്ല കേട്ടാ.
ഇതെന്താണപ്പ വല്ല ബോംബ മറ്റാണോ? ഇത് കുട്ടിയുടെ കളിപ്പാട്ടമായിരിക്കും. അതെ, ഇപ്പൊ തന്നെ നമുക്ക് ആവശ്യത്തിന് ഏറെ ടെൻഷൻ ഉണ്ട്. ഇനിയിപ്പോ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും ഇതിന്റെ ഓണർ കണ്ടുപിടിച്ച് തിരിച്ചപ്പിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിനും കൂടി നമ്മൾ സമാധാനം പറയേണ്ടി വരും. നല്ല മൊഞ്ചുള്ള കൊച്ച്, നമ്മൾ എങ്ങനെയാ ഇവനെ കൊണ്ട് കളയാ? എന്നാ കളയണ്ട, ഒരു കാര്യം ചെയ്യും, ഇതിനെടുത്ത് വീട്ടിൽ കൊണ്ട് വളർത്തി നിങ്ങളെ പോലെ ഒരു വലിയ ഹാജരാക്കാം. അയ്യോ, എന്തേ? അത്രയ്ക്ക് വേണോ? നിങ്ങൾ ആരും ഇവിടെ കിടന്ന് ബഹളം വെക്കേണ്ട. ഈ കുട്ടിയുടെ വിസ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ ഇടത്തെ കൈയും മറ്റേ കൈ വലത്തെ കൈയുമാണ്. ഷൂ എന്ന് പറഞ്ഞ് മൂത്രവും ഒഴിക്കുന്നു. ആർക്കും വാങ്ങിക്കാം, എപ്പോഴും വാങ്ങിക്കാം. ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല സുഹൃത്തുക്കളെ, ആർക്കും വാങ്ങിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം ചെയ്യും, നീ ഇതിനെ മാർക്കറ്റിൽ കൊണ്ടുവച്ച് ലേലം ചെയ്ത് വെക്കി. അതും നല്ല ഐഡിയ ആണല്ലോ. സുഹൃത്തുക്കളെ, ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു കുട്ടിയെ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. ചാച്ചുക്കോ, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, ആവോ നോക്കലടത്തണ്ടി ുള്ളിൽ പൂക്കാലം പോരാമോ, ആവോ കളിയാടാം നീങ്ങി കിളിമരത്തണ മേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെയായി. എന്താണ് നിനക്ക് കൊച്ചിനെ വളർത്താനുള്ള വല്ല ദുരുദ്ദേശം ഉണ്ടോ? എനിക്കൊരു ദുരിതാശമില്ല. അത് ആചാരിക്കാ ദുരിതാശം. കുരുത്തം കെട്ട കൊച്ച്. ദുഷ്ടാ, നല്ല തങ്കക്കുടം പോലത്തെ കൊച്ചി. കിടക്ക്. കുട്ടികളില്ലാത്തതിന്റെ വിഷമം തനിക്കൊന്നും അറിയില്ലല്ലോ. ഈ കേസും വഴക്കൊന്നുമില്ലായിരുന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് വളർത്തിയനെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പെറ്റിരിക്കണ കുരുക്ക് ഊരാൻ നോക്കുമ്പോഴാ പുതിയ പുതിയ കുരുക്കെടുത്ത് തലയിൽ വെക്കാം. ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോയി കളാ. കൊണ്ടുപോയി കളയാൻ എന്താ പൂച്ചക്കുഞ്ഞോ? പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ എങ്ങനെയെങ്കിലും ഇതിന് ഇവിടെ നിന്ന് മാറ്റി. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയല്ലേ ഉണ്ണി സാറേ. എന്നാ കണ്ണി ചോര ഉള്ള വർത്തമാനം പറയാം. ഈ കൊച്ചിനെ ആര് നോക്കും? ഇതിനെന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയും? താൻ പറയോ? കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള കേസ് വേറെയും. ഓ, പിന്നെയും തുടങ്ങി. കൊണ്ടാറ് കിളിക്കുഞ്ഞിന്റെ വായാണില്ല, അത് തുറന്ന പഴയ പഞ്ചായത്ത് ഓഫീസിലെ സൈറം പോലെയാ. ഈശ്വര, കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. എന്റെ ജാതകപ്രകാരം എനിക്കിപ്പോ കുണ്ടകശനിയാ. ഇതിന്റെ വോളിയം കുറയ്ക്കുന്ന സ്വിച്ച് എവിടാ? വാവോന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനെ തൊള്ള കരയിപ്പിക്കല്ലേ മാത്തപ്പ. അതിന്റെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കേറ്റ്. അത് പിന്നെ ഉണ്ണി സാറേ, കുട്ടി വിശന്നിട്ടാവും കരയണേ. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതിന് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അത് ശരിയാ. നിങ്ങൾ പോയിട്ട് എവിടെന്നെങ്കിലും കുറച്ച് പാല് വാങ്ങിച്ചിട്ട് വാ. ഈ സമയത്ത് ഇനിയിപ്പോ എവിടെ പോയി പാല് വാങ്ങിക്കാനാ? ഏതെങ്കിലും പെണ്ണുങ്ങളോട് പോയി ചോദിക്കി കുറച്ച് പാല്, നാളെ തിരിച്ചു തരാന്ന് പറ. എന്റെ പൊന്നുമോനെ, നീ എന്നും കൊണ്ടേ പോവല്ലേ? ഒന്ന് കിടക്കണ്ടോ? ഈ വീടിന്റെ സന്താനം. ഒരു പെണ്ണിനെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അയ്യേ, എന്ത്? അത് വേണോ? ഏത്? അല്ല, പെണ്ണ്. എടോ, കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ കിട്ടാൻ മാർഗം ഉണ്ടെന്നാ ചോദിച്ചത്. എന്നാ നമുക്ക് കല്യാണം കഴിഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കാം. കല്യാണം കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, പ്രസവിച്ചാലേ പാലുണ്ടാവുമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. എന്നാ പ്രസവിച്ച പെണ്ണുങ്ങളോട് ചോദിക്കാം. അങ്ങനെ പെണ്ണുങ്ങൾ വേറെ കുട്ടിക്ക് പാല് തരുമോ? എങ്ങനെയാ എന്റെ ഒരു രീതി? കാശ് കൊടുത്ത പെണ്ണെന്നല്ല, പാലോട് കൂടിയ പെണ്ണിനെ മൊത്തമായിട്ട് നമുക്ക് നീ കിട്ടും. സാറ് ധൈര്യമായിട്ടിരിക്കെ. വാ, നമുക്ക് ആ വീട്ടിൽ പോയി ചോദിക്കാം. ഈ ചേച്ചിയെ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നാ നോക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? കുട്ടി കല്യാണം കഴിച്ചതാണോ? എന്തിനാ? എനിക്ക് കല്യാണം ആലോചിക്കാൻ വന്നാണോ? സോറി ചേച്ചി, പുള്ളിയുടെ കല്യാണം നേരത്തെ ഫിക്സ് ചെയ്തു പോയി. ഇത് വേറൊരു കാര്യത്തിനാ. ചേച്ചിക്ക് ഗുണമുള്ള കാര്യമാ. എന്നാ കല്യാണം കഴിച്ചിട്ടില്ല. രക്ഷപ്പെട്ടു. കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്രസവിച്ചതാണോ? അല്ല ഉണ്ണി സാറേ, പ്രസവിക്കുന്നത് വൃത്തികേടാണോ? പ്രസവിക്കുന്നത് വൃത്തികേടല്ല, പക്ഷെ കല്യാണം കഴിക്കാതെ പ്രസവിക്കുന്നത് വളരെ വൃത്തികേടാ. ഓ, ചേട്ടാ, എന്തോ അച്ഛൻ. സാർ, ബാലൻസ് പൈസ. സോറി, ബാലൻസ് ഞാൻ വാങ്ങാറില്ല. കീപ് ഇറ്റ്. എത്ര നാളത്തേക്കാണോ? ഇവിടം ഒരു സംഘർഷബാധിത പ്രദേശം പോലുണ്ടല്ലോ. ഞങ്ങളുടെ കാശ് മാറ്റി ഒളിച്ചു കിടക്കല്ലേ? എവിടെയാണ് ഞങ്ങളുടെ പൈസ? സുഹൃത്തെ, കൈയെടുക്കൂ. കൈയെടുത്തോളൂ. ആരും വിഷമിക്കണ്ട. എല്ലാവർക്കും ഉള്ള വിസയും കൊണ്ടാ ഞാനിപ്പോ വന്നിട്ടുള്ളത്. ഈ പെട്ടി ഇത് ഞാനിപ്പോ തുറക്കില്ല. അത് വേഗം തന്നൂടെ? ഒരു വിസ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പെട്ടെന്ന് ചോദിച്ചാൽ ഉടനെ എടുത്തു തരാൻ വിസ എന്താ? വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കറൻസിയോ മറ്റോ ആണോ? ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തിലേക്കല്ല നിങ്ങൾ ആരും പോകുന്നത്. എണ്ണ വിറ്റ് സമ്പന്നമായ മുതലാളിത്ത രാഷ്ട്രങ്ങളിലേക്കാണ് നിങ്ങളെയെല്ലാം ഞാൻ കയറ്റി പോകുന്നത്. അവിടുത്തെ വിസ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കറിയോ, എന്ത്? എംബസികൾ മുഴുവൻ നിങ്ങളുടെ വിസയ്ക്ക് വേണ്ടി ഞാൻ കയറി ഇറങ്ങുകയായിരുന്നു. ആ ശ്രമത്തിന്റെ ഫലമായാണ് ഷാർജ ഷെയ്ഖ് അൽസുൽ മുൽദാസ് ബിൽദാന്റെ
ആ കത്ത് രജിസ്റ്റേർഡ് പാഴ്സലായിട്ട് ഞാൻ എന്റെ ഓഫീസിലേക്ക് അയപ്പിച്ചത്. അറിയോ എന്താടാ നീ ആ കത്തിൽ എഴുതി പിടിപ്പിച്ചത്? ഞാനോ? ആ അറബിക്കത്തില് ശോ, അതെന്റെ കത്തല്ല സുഹൃത്ത്, ഷാർജ ഷെയ്ഖിന്റെ കത്ത. നിന്റെ എന്താടാ കത്തിൽ എഴുതിയത്? വിസ മാഫി, ഫുല്ലൂസ് മാഫി, മാഫി മസൂദ്, മഹത് മസൂദ്, വിസ മസൂദ്. എന്ന് വെച്ചാ വിസ ഇടപാടിൽ ഇങ്ങനെ സമൂഹത്തിന്റെ പീഡനം ഏൽക്കാൻ യോഗമുണ്ടെന്ന്. ഓ ഒന്ന് നിർത്തടായി പറയാല്. ഈ മുറികളൊക്കെ ഒന്ന് ശരിയാക്കണ ആമുക്കളെ. എന്താ കടിക്കണത്? ആ ഹൗസിംഗ് അങ്ങോട്ട് നീക്കിക്കടാ. ഈ പ്രേതാലയം മൊത്തത്തിലൊന്ന് ശരിയാക്കണമെങ്കിലേ കൊച്ചിൻ കോർപ്പറേഷനിലെ എല്ലാ ജോലിക്കാരും വേണ്ടി വരും. ആകെ ഇടങ്ങേറായല്ലോടാ മാത്തപ്പ. പുറത്തോട്ടും വയ്യ അകത്തോട്ടും വയ്യ എന്ന് പറഞ്ഞ മട്ടായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയും പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കണം. അതിന് നമ്മുടെ കയ്യിൽ എവിടുന്നാടാ പണം? പണം ഉണ്ടാക്കണം എവിടെന്നെങ്കിലും. ഒരു വഴിയുണ്ട്. എന്ത് പൈ? ഞാൻ പറയട്ടെ, ഉം. മോഷണം. ആ ഒന്ന് പോടാ അവിടുന്ന്. നടക്കണ കാര്യം എന്തെങ്കിലും പറ. ആ, നടക്കണ കാര്യമാണെങ്കിലേ ഞാനൊരു കാര്യം പറയാം. എന്തേ? ദിവസം രാവിലെ ഒരു 5 കിലോമീറ്റർ വെച്ച് നടന്നാ മതി. എന്താണ് അയ്യേ. നമ്മള് പറഞ്ഞത്? എടാ, ആ മന്ത്രിയുടെ മകളെ റാഞ്ചി 25 ലക്ഷം രൂപ തട്ടിയെടുത്തു. കാശ്മീർ ആഭ്യന്തര വകുപ്പ് മന്ത്രി സെയ്ദ് ജലീലിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി കാശ്മീർ തീവ്രവാദികൾ മോചനദ്രവ്യമായി 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇത് നല്ല പരിപാടിയാണല്ലോ. നമുക്കും ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താലോ? കിഡ്നി തട്ടിപ്പാ? ഓ, ഒരാളുടെ കിഡ്നി എടുത്ത് ബലക്ക് വിൽക്കണ പരിപാടി. അതിന് നമ്മളെ കിട്ടൂല മോനെ. കിഡ്നി തട്ടിപ്പല്ല ഹാജിയാരെ, കിഡ്നാപ്പിംഗ്. കാശുള്ള ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്ന പരിപാടിക്കാണ് കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത്. എന്തു പണ്ടാരായാലും വേണ്ടില്ല, നമുക്ക് വേണ്ടത് കാശാ. അതെ. അപ്പൊ നാളെ തന്നെ നമ്മൾ കിഡ്നാപ്പിംഗ് ആരംഭിക്കുന്നു. ഓക്കെ ഓക്കേ. ആരാണെന്ന് നോക്കണ പകയാ. വല്ല പോലീസോ പുലിയോ സിഐഡികളോ ആണെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. എടാ ശങ്കരൻകുട്ടി, നീ പോയി തുറക്ക്. ഞാൻ തന്നെ പോണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയാണെങ്കിൽ ഞാൻ തന്നെ പോയി തുറക്കാം. എനിക്ക് അങ്ങനെ ജീവിക്കണം എന്ന് വലിയ മോഹമൊന്നുമില്ല. പുലി കടിച്ച് മരിക്കുകയാണെങ്കിൽ ഒരു പുലി രക്തസാക്ഷി കൂടെ നമ്മുടെ നാട്ടിലിരിക്കട്ടെ. എന്നാ ഞാനും വരാം. ഉണ്ണിത്താനാ? അയ്യോ, ഉണ്ണി സാറായിരുന്നോ? എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയല്ലേ? ഉണ്ണിത്താൻ സാറിന് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലായേ? നിങ്ങൾ വേറെ എവിടെ പോകാൻ? എന്റെ ഈ ബംഗ്ലാവിൽ തന്നെ നിങ്ങൾ കാണുമെന്നുള്ളത് ഉറപ്പല്ലേ? പിടിക്ക് കള്ളത്തെണ്ടികളെ. നാട്ടുകാർ മുഴുവൻ ഇത്രയും വയലന്റ് ആയി നിൽക്കുന്ന വിവരം ജസ്റ്റ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാമായിരുന്നില്ലേ? എങ്ങനെയെങ്കിലും ഞാൻ എസ്കേപ്പ് ചെയ്യുമായിരുന്നല്ലോ. നോ ചാൻസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അല്ല ഉണ്ണിത്താനെ, ഇതെന്ത് പറ്റിയ ആസ്കഡൻ ഉണ്ടായ? തൽക്കാലം വലിയ ആക്സിഡന്റുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ കാര്യങ്ങൾ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ആക്സിഡന്റുകൾ പലതും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ണി സാറേ, ഉം. നാട്ടുകാരുടെ പൈസ പൈസ അല്ലേ? ഗോവിന്ദ ഒന്ന് പോകാക്ക അവിടുന്ന്. ഒരു ഒടുക്കത്തെ ചിരി. ഓന് വിശക്കുണ്ടായിരിക്കും പാവം. വെസ്കും. നമ്മളെ ലോകം മുഴുവൻ കറക്കിയ സാധനമാണ് നാശം. എന്റെ പൊന്നു ഹാജരെ, തന്റെ ഉദ്ദേശം എന്താ? ഇത് വല്ലോന്റെ കുട്ടിയാ. പോലീസ് പിടിച്ച നമ്മുടെ പേരിൽ കിഡ്നാപ്പിങ്ങിന് ചാർജ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് വന്നാലും നമ്മള് സഹിച്ച്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പൊയ്ക്കോളി. ആ പിന്നൊരു കാര്യം, ഓന് വിശക്കനുണ്ട്. എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഏർപ്പാട് നോക്കി. ശങ്കരൻകുട്ടി, ആചാര്യ പറഞ്ഞിട്ടില്ലേ, കോംപ്ലാൻ വാങ്ങിച്ചൂട്. കോംപ്ലാൻ പോയിട്ട് തഴിച്ച് വളരട്ടെ. കോംപ്ലാനും കംപ്ലൈന്റും ഒന്നും കിട്ടൂല. വല്ല കട്ടൻ കാപ്പിയെങ്കിലും കിട്ടോ നോക്കട്ടെ. നീ പോയാലേ കംപ്ലൈന്റ് ആവും. ലുട്ടാപ്പി, മോന് എന്താ വേണ്ടത്? പാല് വേണോ? ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. പോലീസ് കൊച്ചിനെ മാറ്റി. മാത്തപ്പ, ഇതിനൊന്ന് പിടിക്ക്. എന്തിനാത്? ഒരു ഗസ്റ്റ് ഉണ്ട്. ആര്? പോലീസ്. അയ്യോ, പോലീസ്. എന്താ അവിടെ ഇരിക്കുന്നേ? ഇവിടെ ഇരുന്നോണ്ടാ സാർ. ഒന്നുമില്ല സാർ, കാറ്റോളാൻ അല്ലേ? അപ്പുറത്തെ ബെഞ്ചുകളൊക്കെ ഫില്ല, ഈ ലവേഴ്സ്. അതുകൊണ്ട് ഇവിടെ എങ്ങനെ കാറ്റ് കൊള്ളാനോ?
കാറ്റ് മാത്രമല്ല കുറച്ച് റെസ്റ്റ് കൂടെ ഉദ്ദേശിച്ച്. എന്താണ് നിന്റെ പേര്? ചോദിച്ചിട്ടില്ലേ? ഉണ്ണിത്താൻ. തന്റെയോ? മാത്തപ്പൻ. ഇവിടെ എങ്ങനെ ഒരു കുട്ടിയെ കണ്ടോ? അല്ലോ, കുട്ടി കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാണ് ഇപ്പൊ പോയതേ ഉള്ളൂ. എവിടെ പോയി? പാല് വാങ്ങിക്കാൻ. താൻ ഏത് കുട്ടിയുടെ കാര്യമാ പറയുന്നത്? ശങ്കരൻകുട്ടിയുടെ. 7 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ചോദിച്ചത്. അല്ലാണ് പടത്തോലാണ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കൂടെയുള്ള കുട്ടിക്ക് 10-21 വയസ്സുണ്ട്. എന്താണോ? എന്താണെന്ന്? സാറേ, ഇത് മെന്റല. ഞങ്ങള് കാവല ഇത്തിരി കൂടുതല. കണ്ട എന്താണോ? സാർ, മെന്റൽ കൂടിയതാ. മെന്റൽ കൂടുമ്പോ വയലന്റ് ആവും. വയലന്റ് ആവുമ്പോ നമ്മൾ സൈലന്റ് ആയാൽ മതി. മൊത്തത്തിൽ പുകയാണ് സാർ. സാറേ, അവന്റെ ബാപ്പ തീ വീണാണ് മയ്യത്തായെന്നാ. ബാപ്പയാ അതെ. എന്നാ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് പോടോ. ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആംബുലൻസോ? 10 കേസിലും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നേ. എടുത്തിട്ട് പോടോ. അദ്ദേഹം സ്ട്രിക്റ്റാ. ഇവിടെ എന്താ ഒരു പൊരിച്ച കോഴിയുടെ മണം? അത് പിന്നെ കുടല് കരിയുന്ന മണം സാർ. വിശന്നിട്ട് കുടല് കരിയുന്ന മണം. സാറേ, മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? മിണ്ടാതെ വാടോ. നോക്കി നിൽക്കാതെ കെടുത്തി. അല്ല, പകയ നോക്കി നിൽക്കാതെ ചവിട്ടി കെടുത്തി. എന്തേ അല്ല, എന്താണ് മോഹിച്ചു നോക്കണത്? അപ്പിയിട് കുട്ട. അപ്പിക്കുട്ടനല്ലേ നീ ഞമ്മളെ വിഷമിപ്പിക്കാതെ. അപ്പിക്കുട്ടനല്ലേ, അപ്പിയിട. ഇങ്ങനെ സൂത്രം പറഞ്ഞ് ഈ സാധനത്തിന് ഇവിടുന്ന് ഒഴിവാക്കാം. അയ്യോ, ഇതെന്താ ശിവന്റെ അമ്പലത്തിൽ കാള കിടക്കണ പോലെ? അനക്കമില്ലടാ. ഹലോ ഹലോ, ഡയാന രാജകുമാരി, ചാൾസ് വിളിക്കണു. വേഗം കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ. വണ്ടി ഉണ്ട്, ഞാൻ കൊണ്ടുപോയാക്കാം. എനിക്കിപ്പോ ലണ്ടനിൽ പോണം. ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാൻ പറ്റുമോ? അയ്യ, ഇത് എവിടെ നിന്ന് കുറ്റിയും പറിച്ചു വന്നതാ? വല്ല കുതിരവട്ടത്തോ ഊളംപാറയിലോ പോയി കിടന്നോണം. പറഞ്ഞേക്കാം. നീ എന്നെ ഭ്രാന്തിയാക്കുന്നോ? എന്താ പ്രശ്നം വെച്ച പകളെ ഞാൻ പരിഹരിച്ചു തരാം. ഞാൻ വെറുതെ വിടില്ല. ഒന്നും ചെയ്യരുത്. അയ്യോ, വേണമെങ്കിൽ ദേ ഇവിടെ ചവിട്ടിക്കോ. അയ്യോ, അമ്മേ. അയ്യോ, പോടാ. ചുന്ദരി പൊണ്ണാളെ, എന്റെ ചുന്ദരി പൊണ്ണാളെ. അല്ലാണ് കുട്ടി അപ്പീടാണ്. തന്നോ കുട്ടിയെ. കുട്ടീനെ ഇവിടെ തരാം. എന്താ ഹാജരെ? കുട്ടിയെ, ശങ്കരൻകുട്ടിയെ, നിന്നെ ഹാജര് വിളിക്കണ്. അന്നല്ലടാ നമ്മള് വിളിച്ചത്. 6ാം പ്രതോള് കൊച്ചിനെ കൊണ്ടുപോയി ഓടി പിടിക്കും. അയ്യോ, അവളെ കുട്ടി കൊണ്ടുപോയി. ജിങ് ജിങ് ജിങ്. എന്താടാ?
ഹായ് ചങ്കടി മോനു ചക്കടി മോനു ഇത് ആരുടെ മോനാ? എന്റെയാ? അച്ഛന്റെ പേരെന്താ? ചാൾസ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വാവേനെ കൊണ്ട് ഒന്ന് കറങ്ങാൻ പോണ്ടേ? ഞാൻ കൊണ്ടുപോവാം. എടുക്കട്ടെ. അങ്ങനെ. ചങ്ക് ചക്കടി, ചങ്ക് ചക്കടി, ചങ്ക് ചക്കടി. എന്തേ കുട്ടി അപ്പിട്ടു? ഹാജിയാരെ ജോലി കഴിഞ്ഞു. ഹാജിയാരെ ഈ തങ്കക്കുടത്തിൽ ഒന്ന് പിടിച്ചേ. ഇങ്ങോട്ട് വാ, ഞാൻ കൊണ്ടുപോയി കഴുകിക്കൊണ്ട് വരാം. വാടോ, നമുക്ക് കഴുകിയിട്ട് വരാം. മാത്തപ്പാ വല്ല ആറ്റിലോ കുളത്തിലോ പോയി തേച്ചു വിളിക്ക്. ഹാജിയാരെ ഉണ്ണിമൂത്രം പുണ്യാഹം ഉണ്ണിയപ്പി ഉണ്ണിയപ്പം എന്നൊരു ചൊല്ലുണ്ട്. എന്നാ പിന്നെ കളയണ്ട, കൈ തന്നെ ഇരിക്കട്ടെ. അയ്യോ, എന്റെ ദൈവമേ, കൊച്ചിന് തൂറാൻ കണ്ട സ്ഥലം. ഒന്നാം വട്ടം കണ്ടപ്പം കുഞ്ഞിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം കുഞ്ഞിന് ചിന്തോണ്ടം. എന്തുടോ? ഓ തണുക്കുന്നോ? തണുക്കുന്നോടോ? ആ ഇപ്പൊ കഴിയേ. ഇഞ്ചിടോ? ആ മതി 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 മതി, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. നമുക്ക് തുടച്ച് ഉപ്പോ പൗഡർ എവിടെ? ദാ 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 ദാ. ഓ ഓ ഇരിക്കേ. അമ്മോ ദാ പിച്ചു 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 പിച്ചു. ആ പൗഡർ ഇട്ടു, തലചീകി, വെറുതെ ഇങ്ങനെ ടപ്പനായി. നോക്കട്ടെ നോക്കട്ടെ. വേണ്ടു വേണ്ടു വേണ്ടു. ആ ഓ ഓ ഓ ഓ. മോന്റെ അങ്കിൾമാരെവിടെ? പക്ഷേ ഈ പാപ്പരാസ്യങ്ങൾ മാത്രം വിശ്വസിക്കല്ലേ, കള്ളനാ. പാപ്പരാശി നിന്റെ അയ്യേ, വേറെ നല്ല ഉടുപ്പൊന്നുമില്ലേ മോന്? ഉടുപ്പേ ഓനും ഇല്ല, വലിയോർക്കും ഇല്ല. അതെന്താ വേറെ ഉടുപ്പ് വാങ്ങാത്തത്? അതിന് ഞങ്ങളിൽ ഉണ്ടായിരുന്ന കാശൊക്കെ തീർന്നു പോയി. കുട്ടിക്ക് മാത്രമല്ല വലിയോർക്കുണ്ട്. വാങ്ങിച്ചോളൂ, മടിക്കണ്ട. ഇന്ന് മുതൽ നമ്മൾ ഒറ്റ ഫാമിലിയാ. ഫാമിലി. ഓ ഓർമ്മിക്കോ. എന്താ ഇവളുടെ പട്ടു മാറിയ? പട്ടു മാറിയെന്ന് പറയാറായിട്ടില്ല. ചിലർക്ക് ചില സമയത്തെ വട്ടു മൂക്കും. വട്ടായാലും ചട്ടായാലും കുട്ടിക്ക് കിട്ടിയ തുട്ടുകൊണ്ട് നമുക്ക് പോയി പുട്ടടിക്കാം. വാടാ. അപ്പൊ നല്ല ക്യാഷ് പാർട്ടിയാണല്ലേ? അതെ, നല്ല ക്യാഷ് പാർട്ടി തന്നെയാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ അട്ടിച്ച് പൊളിക്കും മോനെ. ഇക്കഥ ആരെ വന്നെന്ന് നോക്കിയാൻ. എന്റെ കർത്താവേ, എവിടെ നോക്കിയാലും കുരിശുകളാണല്ലോ. യവന്മാരെ ഞാനാ റപ്പായി. വേഗം പോയി ഇന്നത്തെ പത്രം വാങ്ങി വേടാ. റപ്പായി ഇവിടുത്തെ കക്കൂസ് എവിടാ? അപ്പുറത്ത് ഒരു തുള്ളി വെള്ളമില്ല. ദാ എവിടെ തുപ്പും? ഇവിടെ വെള്ളമില്ലല്ലോ. എടവാ, അത് വെസ്റ്റേൺ ടോയ്ലറ്റാ. അവർക്ക് വെള്ളം വേണ്ട, കടലാസ് മതി. കടലാസെങ്കിൽ കടലാസ്. പക്ഷേ ഇവിടെ ഒരു കുന്തോ കാണുന്നില്ല. കുന്തം കൊണ്ട് കാര്യമൊന്നും നടക്കില്ല. ഇതൊന്നും നോക്കാനാണ് താൻ മാത്രം വെക്കരുത്. ഇതാ മുതലാളി പത്രം. ആ എടോ, തന്റെ ഭാഗ്യത്തിന് പേപ്പർ എത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് കാര്യം നടത്തിക്കൂ. ആ തൽക്കാലം കടലാസ് കൊണ്ട് കാര്യം നടത്തിയിട്ട് സന്തോഷമായിട്ട് പുറത്തേക്ക് വാ. മുരളി മുരളി, എന്താടാ? എന്താണ്? നമ്മുടെ വാർത്ത പത്രത്തിൽ വന്നിരിക്കുന്നു. ഓ എന്റെ കർത്താവേ, ഒന്ന് വേഗം വായിക്ക്. വിസ തട്ടിപ്പ് 3 പേർ ഒളിവിൽ. വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ദുബായ് ട്രാവൽസിന്റെ പാർട്ണർമാരായ കുന്നംകുളം റപ്പായി, കോയിക്കൽ ഉണ്ണിത്താൻ, വടക്കേടത്ത് മുഹമ്മദ് ഹാജി, മാനേജർ ശങ്കരൻകുട്ടി എന്നിവരെ ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നു. എന്റെ പടച്ചറപ്പേ, നമ്മൾ എന്താണ് ഈ കേൾക്കണത്? ഹാജിയരെ, ആരെ കൊന്നിട്ടാണെങ്കിലും അവന്മാരുടെ കാശ് തിരികെ കൊടുത്താൽ മതിയായിരുന്നു. നമ്മളല്ലോ ഓമാരെ കളിപ്പിച്ചത്. ആ കള്ള ഹിമാറല്ലേ? അത് പറഞ്ഞിട്ട് എന്ത് കാര്യം മുതലാളി? അവന്മാരെ കയ്യിൽ നിന്ന് നമ്മളല്ലേ കാശ് വാങ്ങിച്ചത്?
പടച്ചോനെ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? പത്രത്തിലും വന്ന സ്ഥിതിക്ക് നമ്മളെ പിടികിട്ടാ പുള്ളിയെ പ്രഖ്യാപിക്കോ? മുതലാളി, മുതലാളി. നീയായിരുന്നോ? അല്ല, ഞാനായിരുന്നു. നീ ഏത് കോതമംഗലത്ത് പോയി കിടക്കായിരുന്നു? ഹാജിയാരെ, മാത്തപ്പാ, അല്ലാ അനക്കിത് എന്ത് പറ്റി? എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ തിരുവനന്തപുരത്ത് എമിഗ്രേഷൻ ശരിയാക്കാൻ പോയി തിരിച്ചു വന്നപ്പം നമ്മുടെ ട്രാവൽസിന്റെ മുമ്പിൽ വെച്ച് ഒരു തടിയൻ ഇടിച്ച് എന്റെ എമിഗ്രേഷൻ ശരിയാക്കി. അവിടെ നിന്ന് ഒരു തരത്തിലെ ഞാൻ ഊരി രക്ഷപ്പെട്ടത്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ ഇത്ര കൃത്യമായി അറിഞ്ഞു? നിങ്ങൾ ഈ ഭാർഗവ നിലയത്തിൽ അല്ലാതെ വേറെ എവിടെയും പോയി ഒളിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞുവിടറ മോനെ. അല്ല പിള്ളേ, അന്നെ ഒരുപാട് അവര് തല്ലിയ. ഇല്ല, ആ തടി നമ്മളൊന്ന് ഞെക്കി. അപ്പോഴേ നീ ഇവിടേക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ എത്തി? അതെ, ആകാശം വഴി പറന്നു വന്നൂടാ ഞാൻ. മുതലാളി അവിടെ പറഞ്ഞ പോലെ ഇയാളിത് എവിടെ പോയി? മുതലാളി, റപ്പായി, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. റപ്പായേ, മുതലാളി, 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 റപ്പായേ, റപ്പായ്. മുതലാളി എവിടെ? മുതലാളിയെ, റപ്പായേ, മുതലാളി, ഇയാളിത് എവിടെ? മുതലാളി. മുതല് നഷ്ടപ്പെട്ടവൻ ഇനി എന്തോന്ന് ലാളിക്കാൻ? നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ അപ്പുറത്ത് നോക്കായിരുന്നു. പോയി നോക്കിയത് അവിടെ എങ്ങാനും. അങ്ങോട്ട് പോയി റപ്പായി മുതലാളി, മുതലാളിയെ, മുതലാളി, എടോ റപ്പായേ, റപ്പായ്. ഞരങ്ങലോ മൂളലോ ഉണ്ടോ? മുതലാളി? ഹാജിയാരെ, പുലി വല്ലതും തിന്നു കാണോ? ഏയ്, ഈശ്വരാ. മുതലാളി, പുലിയും പോലീസും നാട്ടുകാരും എന്റെ മിത്രങ്ങളായതിനാൽ ഞാൻ ഇവിടം വിടുന്നു. ദുബായിൽ പോയി വിസയുമായി ഉണ്ണിത്താന്റെ കൂടെ തിരിച്ചു വരും എന്ന് കുന്നംകുളം റപ്പായി. ഹാജിയരെ, ഓ സുന്ദരോ, ഓ, എന്താണ്ടാ? റപ്പായി ദുബായി പോയി. റപ്പായി ദുബായി പോയിന്ന്. ആര് പറഞ്ഞു? ദേ അമറല്ലേ? തീർന്നാടാ നമുക്ക്? കുഴപ്പം തീർന്ന ആചാര്യ. കൊയമ്പല്ലടാ, നിന്റെ ഒടുക്കത്തെ തിരുമ തീർന്നാ ചോദിച്ചോ? അയ്യടാ പാവം, ഒന്നറിഞ്ഞില്ല. കിടക്കണ കിടപ്പുണ്ടില്ലേ? ഔ, എലശ്ശേരിക്ക് കഷ്ണം മുറിക്ക പോലെയാ. ഇനി എന്റെ മോനെ ഞാൻ എങ്ങോട്ടും വിടൂല. മോൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. എണീറ്റ് കഴിഞ്ഞാ മോന്റെ കൂടെ കളിക്കാൻ മമ്മി ഉണ്ടാവും. ഓ ചക്കരമുത്ത്, ഉറങ്ങിക്കോ. മോൻ കളിച്ചോ കളിച്ചോ. മോന്റെ ഈ കളി കാരണം ഞങ്ങളിപ്പോ ഈ പരുവത്തിലായത്. നീ ഞങ്ങളുടെ അന്തകനാകാൻ വേണ്ടിട്ടാണോ അവതരിച്ചത്? ചൂട് തുണിയൊക്കെ മാറ്റാം നമുക്ക്. എന്ത് വേണമെന്ന് പറ. എടുത്ത് മാറ്റം, എടുത്ത് മാറ്റണം. എടാ നമുക്ക്, നീ ഒരുത്തൻ കാരണമാടാ ഈ പുലിവാരെല്ലാം പിടിച്ചത്. അന്റെ ഒടുക്കത്തെ ഒരു കിഡ്നാപ്പിക്ക് എന്റെ ഉമ്മാന്റെ കിഴിയും ഒരു തോയി വെച്ച മസിൽ പിടിക്കും. മസിൽ കേറിയതാ. ഹലോ, ആരാ? ഐ ആം ഖാൻ, ജാഫർ ഖാൻ. എനിക്കൊരു കാര്യം അറിയണം. നിങ്ങളുടെ കൂടെ ഒരു കുട്ടിയുണ്ടോ? കുട്ടിയോ? ആ ഉണ്ടുണ്ട്, കൊടുക്കാം. ആ കുട്ടി, ശങ്കരക്കുട്ടി, നിനക്ക് ഫോൺ. ഏതൊരു ഖാൻ? എനിക്കോ? അല്ല, നിനക്ക്. ഖാനോ? ഹലോ, കുട്ടി സ്പീക്കിംഗ്. ഐ ആം ഖാൻ. ഏത് ഖാൻ? അംജദ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, ഇതിൽ ഏത് കോൺസാ ഖാൻ സ്പീക്കിംഗ്? കുട്ടി, വിച്ച് കുട്ടി? ഹു ആർ യു? എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? യൂഹു, ഐ കുട്ടി, നോട്ട് വെച്ച് കുട്ടി, ശങ്കരൻ കുട്ടി, ശങ്കരൻ കുട്ടി. ആ, ഓക്കെ ശങ്കരൻകുട്ടി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. തിരികെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. നീ ഇപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ സെല്ലുലാർ ഫോണിലൂടെയാണ്. എനിക്കറിയാം, ആ സെല്ലുലാർ ഫോണിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ 7 മാസം പ്രായമായ ഒരു ബേബിയുണ്ട്. അത് ഞങ്ങളുടെ ബേബിയാണ്. ആ ബേബിയെ ഞങ്ങൾക്ക് വേണം. ഞാൻ പറയുന്ന സ്ഥലത്ത്
ഞാൻ പറയുന്ന സമയത്ത് ആ ബേബിയെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. സംജ നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്? ഞങ്ങൾ വളരെ വളരെ ദൂരെ ഒരിടത്ത് നിന്നാണ്. ആട്ടെ, നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അതെ, ഇപ്പം ഞാനും വളരെ ദൂരെ നിന്നാണ്. ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്നും 500 കിലോമീറ്റർ ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. ശരി, കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടണം. കുട്ടി ഞങ്ങളുടെ കൈവശമില്ല. കള്ളം പറയുന്നോടാ. ഇവിടെ ഉള്ളത് നിങ്ങളുടെ കുട്ടിയല്ല, ഇത് വേറെ കുട്ടിയാ. കുട്ടിയെ തന്നാൽ നിങ്ങൾ ചോദിക്കുന്ന മണീസ് ഞങ്ങൾ തരും. ചോദിക്കുന്ന മണീസ് തരാമെന്നോ? ഞാനിപ്പോ എന്താ പറയുക? കുട്ടിയെയും കൊണ്ട് എവിടെ വരണമെന്ന് ഞങ്ങൾ പിന്നീട് വിളിച്ചു പറയാം. അപ്പോൾ അവിടെ വെച്ച് ആവശ്യമുള്ള പണം തന്നേക്കാം. ഓക്കേ? അല്ല ഉണ്ണിത്താനെ, ഈ പാൽക്കുപ്പി സാധനങ്ങളൊക്കെ എവിടെ ഒപ്പിച്ച്? ഒപ്പിച്ച കഥയൊന്നും പറയണ്ട, ഒപ്പിച്ച്. ഒറിജിനലിനേക്കാൾ നല്ല പശുവിൻ പാലല്ലേ മുതലാളി? ഈ കൊച്ചിനെ നമ്മൾ എന്താ വിളിക്കുക? ഓന്റെ പേര് നമുക്കറിയില്ലോ. അതിനെന്താ പ്രയാസം? അത് കുട്ടിയോട് ചോദിച്ചാ പോരെ? മോനെ, മോന്റെ പേരെന്താ? മിണ്ടുന്നില്ലല്ലോ മാത്തപ്പ. ഊമയായിരിക്കും. ഊമയൊന്നും അല്ല മുതലാളി, അവന് മലയാളം അറിയില്ലായിരിക്കും. സായിപ്പിന്റെ കുട്ടിയല്ലേ? അല്ല, 6-7 മാസം പ്രായമുള്ള കൊച്ചെങ്ങനെയാ സംസാരിക്കുന്നത്? നമുക്ക് ഓനെ വിളിക്കാൻ നല്ലൊരു പേര് കണ്ടുപിടിക്ക്. ഞാനൊരു പേര് പറയാം. കുട്ടൂസാന്ന് വിളിച്ചാലോ? അതേതോ മാസികയിലെ ഒരു ദുർമന്ത്രവാദിയുടെ പേരല്ലേ? നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാനൊരു നല്ല പേര് പറയാം. കബീഷ്. നല്ല ബെസ്റ്റ് പേര്. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതിനിടാൻ പറ്റിയ പേര്. കീപ് ഇറ്റ്. ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട് കൊള്ളാം. നമുക്കിവന് ജെയിംസ് ബോണ്ട് എന്ന് പേരിടാം. ശരിയാ, പേരിനൊരു ബെയ്റ്റ് ഉണ്ട്. അതെ, ആ പേര് മതി, ജെയിംസ് ബോണ്ട്. നമുക്ക് ജെയിംസ് ബോണ്ട് ചുരുക്കി ബോണ്ടേന്ന് വിളിക്കും ചെയ്യാം. മോനെ ബോണ്ടേ, ജെയിംസ് ബോണ്ടേ, ബോണ്ടേ. നിക്ക് നമ്മളിട്ട പേര് ഓന് പിടിച്ചില്ല എന്ന് തോന്നുന്നു. ബാ മോനെ, മോൻ വരി 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 മോനെ. ഓ ബാ 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 ബാ. നമ്മൾ ഓന് വേണ്ടി ഒരു ഉറക്കുപാട്ട് പാടാവേ. വരി മോനെ. കന്നിപ്പാളുങ്കേ പൊന്നിങ്കിനാവേ സുന്ദരി പൊണ്ണാളെ. ഇത് ഉറക്കുപാട്ടല്ലോ, ഉണർത്ത പാട്ടല്ലേ. ഈ പാട്ട് കേട്ടാൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി പോലും ഞെട്ടി ഉണർന്ന് പൊട്ടിക്കറി. ആചാർ ഈ പാറപ്പുറത്ത് ചിരട്ടിട്ട് ഉറക്കുന്ന സൗണ്ടിൽ പാടിയാലേ ഏത് കുട്ടിയും അറിയും. ഇങ്ങോണ്ടാ, ഞാൻ ഉറക്കാം. ഇനി നീ ഉപദ്രവിക്കും. കരയണ്ട കരയണ്ട ജെയിംസ് ബോണ്ട് കരയണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തുരുമ നൽകാം. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഈ കുട്ടി എന്ത് പാപമാണോ ചെയ്യുന്നത്? മോൻ ഇതിൽ ഏത് കഥ വേണ്ടേ? ഇംഗ്ലീഷാണോ മലയാളമാണോ? പറ നോക്ക്. ഇതോ, ഇത് മതിയോ? നോക്കട്ടെ. എന്റെ അമ്മേ, ഇത് ഇംഗ്ലീഷാണല്ലോ. നീ ആരുടെ? സായിപ്പിന്റെ മോനോ? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇംഗ്ലീഷിനോടാണ് കൂടുതൽ താല്പര്യം. നീ എത്ര കൊല്ലം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കൂട്ടാ? നീ മാത്തപ്പന അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. ശരി, വായിക്കാം, നോക്കണേ. ONCE അപ്പോ ഓൺ സി. UPON പ്യൂൺ. TIME അപ്പോ ടൈമി. മൊത്തം വായിക്കുമ്പോ ഓൺസി എ പ്യൂൺ ടൈമി. ഭാവിക്ക് വല്ലതും മനസ്സിലായോ? എനിക്കും മനസ്സിലായില്ലോ. എന്ത് ഭാഷയാടാ നീ കൊച്ചിനെ പഠിപ്പിക്കുന്നത്? ഉറുദുവോ കന്നഡയോ അതോ ബംഗാളിയോ? ഇതേ ഇംഗ്ലീഷാ മുതലാളി. പക്ഷെ തോന്നൂല. മുതലാളിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലേ? ഓക്കെ, യു ഫോളോ മീ ഇംഗ്ലീഷ്. ദിസ് ഈസ് മൊട്ടാസ്. ദിസ് ഈസ് മൊട്ടാസ്. മൊട്ടാസ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മൊട്ടത്തലയന്മാർ. ഈ 3 മൊട്ടത്തലയന്മാരും തനി മണ്ടന്മാരെ പോലെ ആണെങ്കിലും അവര് വില്ലാളി വില്ലന്മാരായിരുന്നു. കഥ കേട്ടിരുന്ന് ഉറങ്ങരുതേ. അങ്ങനെ അവര് 3 പേരും കൂടി ഒരു സ്ഥലത്ത് അങ്ങനെ പോയി കളവിന് പോയി. അവിടെ നിന്ന് വലിയ മലകളെല്ലാം കിടന്ന് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ അവിടെ നിന്ന് കൊണ്ടുവന്നു.
ആഹാ, ഇതെന്താ ചായയിലിട്ട് നോക്കിയിരിക്കുന്നത്? തണുത്തു പോവല്ലോ. ഇതെങ്ങനെ കുടിക്കുക? ആഹാ, ഒരു ചായ എങ്ങനെ കുടിക്കേണ്ടെന്ന് അറിയില്ലേ? അത് ഞാൻ പഠിപ്പിച്ചു തരണോ? പഠിപ്പിച്ചു തരാം. ആദ്യം വലത്തെ കൈ കൊണ്ട് ചായ ഗ്ലാസ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് പൊക്കി പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ച് വായിലേക്ക് ഇങ്ങനെ ചരിച്ച് പിടിച്ച് ഇങ്ങനെ കുടിക്കുക. ഇപ്പൊ മനസ്സിലായോ ചായ കുടിക്കേണ്ട എങ്ങനെയാണെന്ന്? അയ്യോ, ആ ചായ മുഴുവനും കുടിച്ചോ? അയ്യോ, ഞാൻ മുഴുവനും കുടിച്ച്. മുഴുവനും കുടിച്ചോ? അയ്യേ, ഞാൻ ചായ കുടിക്കാൻ എടുത്തപ്പോ അതിന്റെ ഈ പല്ലി ചത്ത് കിടക്കുകയായിരുന്നു. പല്ലി വീണ ചായ എങ്ങനെയാ കുടിക്കാന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ പുറത്തുപോയി ഛർദിക്കടാ. പ്രാന്താ. വിസ തട്ടിപ്പുകളുടെ വാർത്താ പ്രാധാന്യം കുറഞ്ഞോ? ഒരൊറ്റ അടി വെക്കുന്നുണ്ടല്ലോ. കുറെ നേരെ ദേഹത്ത് തുപ്പാൻ തുടങ്ങിയിട്ട്. ഞാൻ ഉണ്ണിസാറിനെ തുപ്പിയതല്ലേ. പിന്നെ നിന്റെ അച്ഛനാണോ നീ തുപ്പിയത്? അച്ഛനെന്ന് പറഞ്ഞ് കളിക്കണ്ട. വൃത്തികെട്ടവൻ. എന്താ ഏ? കഴുത്തി തുപ്പുന്നുണ്ടോ തെണ്ടി? ഒറ്റ ഇടി. എന്നിട്ട് പോണം മുമ്പിൽ നിന്ന്. ഇതൊന്ന് മൂലി കയറിയ അയ്യോ, കഥ പറഞ്ഞ് കൊച്ചിനെ ഉറക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു നീ കിടന്നു തുടങ്ങിയല്ലടാ. കൊച്ചു വിളിയടാ. എന്തിനാ? കൊച്ചു പോയി. അയ്യോ അയ്യോ, അവൻ പെട്ടെന്ന് ഇവനെ നിലയിലെത്തിയത്. ഒന്നും നോക്കാനില്ലേ, ചാടന്നെ. മതി മതി മതി. 1, 2, 3, 4. അയ്യോ, നിക്ക് നിക്ക്. 4 പേരുണ്ടായിരുന്നല്ലോ നമ്മള്. ഒരാളെവിടെ? വാ. ഓന്റെ കൺട്രോൾ വിട്ടുപോയതാ. ഉണ്ണിത്താനെ, ഞാനൊരു കുഴപ്പം കൂടാതെ താഴെ പോന്നു. ചെപ്പട്ടി.
എടാ കള്ളച്ചി മാറേ. ഈ കൊച്ചിന്റെ പാല് മുഴുവൻ എന്താ ഈ ആചാര്യ പറയണേ? ആര് പാല് കുടിച്ചെന്നാ പറ. ആചാര്യ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ആചാര്യ എന്താ? ആരാ? ഇച്ചു പോയി കഥ തുറക്ക്. ഇവിടെ ചാച്ചിക്കോട്ടോ കരയണ്ടേ. ഉണ്ണിത്താനേ, ചങ്ങരൻകുട്ടി, സുന്ദരോ, രാത്രി ആരോ വാതിക്കം മുട്ടുന്നു. പോലീസ് ആയിരിക്കും. ആരാവോ? നീ പോയി വാതിൽ തുറക്ക്. നീ പോയി തുറക്ക്. അതല്ല, നീ പോയി തുറക്ക്. വേണ്ട, നിങ്ങൾക്കൊക്കെ പേടിയാണെങ്കിൽ ഹാജിയാര് തുറക്കും. തുറക്ക് ഹാജിയാരെ. നമ്മള് തുറക്കണ? തുറക്കാം. ചെല്ല്. ആരാ നീ? ഞാൻ ഡയാന. ഏത് ഡയാന? ഏതോ ഹോസ്പിറ്റലിലെ നേഴ്സാന്ന് തോന്നുന്നു. ഓ, അതുകൊണ്ടായിരിക്കും വെള്ളയും യൂണിഫോം അല്ലേ? ആയിരിക്കും. എക്സ്ക്യൂസ് മീ, ഏത് ഹോസ്പിറ്റലിലെ നേഴ്സാ? നേഴ്സ് അല്ല, ഡയാന ചാൾസ്. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന്റെ ഭാര്യയായിരുന്ന ഡയാന. ഡയാന ചത്ത് പുലവിളിയും കഴിഞ്ഞു. പിന്നെ നീ ഏത് കുഴിയാനടി പെണ്ണ്? കുഴിയാന അല്ലടാ, ഡയാന. എന്റെ ചാൾസ് എവിടെ? എന്റെ ചാൾസ് എവിടെ? ചാൾസ് അല്ലെങ്കിലും എനിക്കറിയാം, അവൻ ദുഷ്ടനാ. അയ്യോ, എന്റെ മോൻ ഹെൻറി. ഹെൻറി. അതെ, അന്റെ മോനല്ല, അത് ഞമ്മടെ മോനാ. എന്റെ മോനെ ഞാൻ തരൂല. ഇത് എന്റെ മോൻ ഹെൻറിയാ. അത് ഹെൻറിയും കൺട്രിയും ഒന്നുമല്ല, ജെയിംസ് ബോണ്ടാ. അതിനെടുക്കരുത്, പറഞ്ഞ മനസ്സിലാവൂലേ? എന്റെ മോനെ എടുക്കരുതെന്ന് പറയാൻ നീ ആരടാ? Who are you? ഐ എം വെരി ഫൈൻ. ഡയാന രാജകുമാരിയുടെ പുനർജന്മമാണെന്നാ തോന്നുന്നത്. പുനർജന്മം അല്ലടാ, ആ, ഡയാന രാജകുമാരുടെ ഒറിജിനൽ പ്രേതമാ. ഡയാനയുടെ പ്രേതം മലയാളം സംസാരിക്കുമോ? ചിലപ്പോ അറബിയും സംസാരിക്കും പുള്ളേ. പ്രേതങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം. മോല് വേണോ? സത്യമാണോടാ? സത്യം. യേശുവേ ശോസ്ത്രം. അല്ലല്ല, നിക്ക് നമ്മളൊന്ന് ചോദിക്കട്ടെ. നീ ഡയാനയാണെങ്കിൽ എങ്ങനെ ഇവിടെ എത്തി? അവിടെ നിന്ന് പറഞ്ഞു പറ. ഞാനും എന്റെ ബോയ്ഫ്രണ്ടും കൂടി കാറിൽ കോവളം ബീച്ചിലേക്ക് പോവുമായിരുന്നു. അപ്പോഴാണ് ഈ പാപ്പരാസികൾ എന്നെ ഫോളോ ചെയ്തത്. അറിയാതെ കാര്യം പറവോളെ. ഈ പാപ്പരാസികൾ എന്നെ ഫോളോ ചെയ്തത്. ഈ പാപ്പരാസികൾ കാരണം ഞങ്ങൾക്ക് അന്ന് ആക്സിഡന്റ് ഉണ്ടായത്. ഞാനും എന്റെ മോനും ചത്തത്. ആ കരയാതെ. മോളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞാ നമ്മൾ അവിടെ കൊണ്ടാക്കാം. എവിടെയാണ് വീട്? ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം പാലസാ എന്റെ വീട്. പക്ഷേ ഞാൻ എന്റെ മോൻ ഹെൻറിയെ വിട്ട് ഇനി എങ്ങും പോവില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഫാദറിന്റെ പേര് പറ. ഫാദർ മാർ ഗ്രിഗോറിയോസ് ഡാനിയൽ. അപ്പൊ മദറിന്റെ പേരോ? മദർ തെരേസ. അയ്യോ, മദർ തെരേസയുടെ മോളാണോ? യേശുവേ ശോസ്ത്രം. തെരേസയുടെ മോളാ. വട്ട് കേസാ. വട്ടാണോ? വട്ട് കേസാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവിടറ തെണ്ടി. വട്ട് എനിക്കല്ല, നിന്റെ തന്തയ്ക്കാടാ പാപ്പരാസി. പാപ്പരാസിയുടെ അർത്ഥം എന്താ മുതലാളി? ദരിദ്രവാസി നിന്നെ കണ്ടപ്പോ തന്നെ ഇവള് കുറെ നേരമായി ദരിദ്രവാസി എന്നൊക്കെ വിളിക്കണം. ഹലോ, ഇത് കേറി താമസിക്കാൻ പ്രാന്താശുപത്രി. സ്ഥലമെട് കാലിയാക്ക്. പോ. എടാ, നിനക്കെന്നെ പറഞ്ഞു വിടണം അല്ലടാ. അയ്യോ, ഇനി ആർക്കൊക്കെയാടാ സംശയം? നിനക്കുണ്ടോടാ? ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. മുഴുവട്ട ഏതോ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയ കേസാ, ഉറപ്പാ. എന്തിടോ അതെ, എവിടേക്കാ? മോൻ കരയണ കണ്ടില്ലേ? അവന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അവനെ ഞാൻ ഉറക്കാൻ പോവാ. ഞാനും ആ മുറിയിൽ കയറി കിടക്കാൻ പോവാ. അല്ല അതെ, ഈ വെള്ളപ്പിശാച് അകത്ത് കിടക്കുമ്പോ നമ്മളങ്ങനെ പുറത്ത് മനസ്സമാധാനമായിട്ട് കഴിയുന്നേ? അല്ല, ഈ പകച്ചു വല്ല ഗുലുമാലും കാണിച്ചാ ഞമ്മള് വേണ്ടേ സമാധാനം പറയാൻ? എന്നാ ഞാൻ അകത്തി എന്ന് അവളുടെ അടുത്ത് ഉറങ്ങാതെ കാവലിരുന്നാലോ? എന്നാ നന്നായിരിക്കും. വെളുക്കുമ്പോ തമിഴ്മണ്ടി കയറി തവള പോലെ ഇരിക്കും. എന്റെ ഈശ്വര, എന്തിനാ നീ വീണ്ടും വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇത് ദൈവത്തിന്റെ ഒരു എക്സാം ആണെന്ന് വിചാരിച്ചാ മതി മോനെ. അല്ലാ കാത്താണ്. അവിടെ നോക്ക്. നീ അവിടെ
സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോഴേ മൂത്രം ഒഴിക്കാൻ നേരം കിട്ടിയോളൂ. ഉള്ളു അല്ല ഓനെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പോയി ശങ്കരൻകുട്ടി, ഹാജിയാരെ, മാത്തപ്പ. പോണ്ട്, പിടിച്ചിരുന്നോ? അങ്ങേറ്റം പോയി. നീ എവിടെ പോ? 1, 2, 3, 4, 5, 6, 7, 8. അമ്മേ ഇതിന്ന് വീണ കാലോടിയും. ഇങ്ങോട്ട് പോ. ഒന്നേ ചക്രക്കൊത്താ ഒന്നേ കെട്ടിയിട്ടോട്ടാ. അയ്യോ, ഞാനിത് താഴോട്ട് പോലെ. പിന്നെ കൈയിട്ടാട്ടാൻ പറ്റുമോ ഇപ്പൊ? ഞാനിവിടെ മേലെ ഉണ്ടാം. അയ്യോ, ഒരു കൈയെടുത്ത് എന്നെ കൂടെ പിടിച്ചോ. 2 കൈ ഇവിടെ തന്നെ പിടിക്കാൻ തയ്യാറില്ല. കൈവിടരുത്. അയ്യോ അയ്യോ, ഞാനിത് താഴോട്ട് പോലെ. പിന്നെ മേലോട്ട് ഞാനിവിടെ ബഹിരാകാശം എത്തിയോ? കാലിന്ന് പിടിവിടാം, പിടിവിടാം തണ്ടി. കാണും പോലെ അല്ലല്ലോ അതിന്റെ വെയിറ്റ്. തോന്നുന്നതാ. എയർഫോഴ്സിനെ വിളിക്ക്, ഫയർഫോഴ്സിനെ വിളിക്കണം. ഇതവിടെ അറേബ്യൻ കടലാ. മുതലല്ലടാ, നിന്റെ മുതലാളിയാ. നീ എപ്പോഴെത്തി?
എടാ, ആരും ആരെയും രക്ഷപ്പെടുത്തൂല, സ്വയം രക്ഷപ്പെട്ടാലേ പറ്റൂ. എന്നാലും വാ. വാ. വെള്ളം കുടിച്ച് കുടിച്ച് എന്തൊരു വെയിറ്റ് ആണ് നിനക്ക്. ഇപ്പൊ ഒരു 12 കിലോ എങ്കിലും വരും നിനക്ക്. കേറി വാടാ, പന്നി. എടാ കാർഗിൽ ഭീകര, നുഴഞ്ഞ കൈത്തക്കാരാ, നിയന്ത്രണ രേഖ നീ ലംഘിക്കുമല്ലടാ. എടാ നമുക്ക് ഇത് ഞാനാണ് ഹാജിയാര്. കൊച്ചിനെ പേടിപ്പിക്കുമല്ലോ മോനെ ജെയിംസ് ബോണ്ടേ. ഇങ്ങനെ നമുക്ക് ഡ്രൈ ക്ലീനിങ് കൊടുക്കാം. ഇവനെ ഈ ബൊഫേഴ്സിനെ നമുക്ക് അതിർത്തിയിലേക്ക് അയക്കാം.